ഛത്തീസ്ഗഡിലെ ജയിലിൽ കന്യാസ്ത്രീകളെ സന്ദർശിക്കുന്നതിന് UDF എംപിമാർക്ക് അനുമതി നൽകി. നേരത്തെ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് വലിയ പ്രതിഷേധമുയർന്നിരുന്നു. അതിനെ തുടർന്നാണ് അനുമതി ലഭിച്ചത്. കന്യാസ്ത്രീകളുടെ ബന്ധു ഉൾപ്പെടെ 5 പേർക്കാണ് അനുമതിയുള്ളത്. എംപിമാരുടെ സംഘം ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടു. പെൺകുട്ടികളുടെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ടെന്നും ഭരണത്തിന്റെ തണലിലാണ് ആക്രമണം നടത്തുന്നതെന്നും ബന്നി ബഹനാൻ MP പറഞ്ഞു. പാവങ്ങളെ സഹായിച്ചതിനാണ് സഹോദരിയെ ജയിലിലിട്ടിരിക്കുന്നതെന്ന് സിസ്റ്റർ പ്രീതിയുടെ സഹോദരനും പ്രതികരിച്ചു. തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. തൗഫീഖ്, ഒടുവിൽ അനുമതി നൽകേണ്ടി വന്നു എന്ന് തന്നെ പറയണം. കന്യാസ്ത്രീകളിൽ 2 പേരെയും അവർ സന്ദർശിച്ചു കഴിഞ്ഞു. എന്താണ് പുറത്തെത്തിയ ശേഷമുള്ള പ്രതികരണം? ധന്യ, പ്രതിഷേധത്തിനൊടുവിലാണ് UDF എംപിമാർക്ക് 2 കന്യാസ്ത്രീകളെ കാണാനായിട്ട് ജയിൽ അധികൃതർ അനുമതി നൽകിയത്. കന്യാസ്ത്രീകളെ കണ്ടതിനു ശേഷം UDF എംപിമാർ ഇപ്പോൾ ജയിലിന് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. വേദനാജനകമായ കാര്യങ്ങളാണ് കന്യാസ്ത്രീകൾ പറഞ്ഞതെന്ന് എംപിമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും ഉണ്ടായിരുന്നു. മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ തങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. 3 പെൺകുട്ടികളും പ്രായപൂർത്തിയായവരാണ്. മറിച്ചുള്ള വാർത്തകളെല്ലാം തെറ്റാണ് എന്നുകൂടി കന്യാസ്ത്രീകൾ എംപിമാരോട് പറയുകയും ചെയ്തിരുന്നു. കന്യാസ്ത്രീയുടെ ഒരു സഹോദരൻ കൂടി കന്യാസ്ത്രീയെ കാണാനായിട്ട് ഉണ്ടായിരുന്നു. സിസ്റ്ററിനെ കണ്ടപ്പോൾ ഈ സഹോദരൻ വിങ്ങിപ്പൊട്ടിയതായിട്ട് കൂടി എംപിമാർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ആൾക്കൂട്ട വിചാരണയാണ് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായത്. ആക്രമണത്തിന്റെ ഭരണത്തിന്റെ തണലിലാണ് ഇത്തരമൊരു ആക്രമണം ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കും. നാളെയും പാർലമെന്റിൽ ഈ വിഷയം ഉയർത്തുമെന്ന് കൂടി ഇപ്പോൾ എംപിമാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആദ്യം എംപിമാർക്ക് ഈ അനുമതി നിഷേധിക്കുകയായിരുന്നു. പിന്നീട് ജയിലിന് പുറത്ത് എംപിമാർ പ്രതിഷേധിക്കുകയും അത് നിരവധി മാധ്യമങ്ങൾ ആ സമീപത്ത് എത്തുകയും ചെയ്തതോടെയാണ് എംപിമാർക്ക് അനുമതി നൽകാനായിട്ട് പോലീസ് തീരുമാനിക്കുകയും ചെയ്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യാപേക്ഷയുടെ നടപടികൾ മുന്നോട്ട് പോകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോവർ കോർട്ടിൽ കൊടുത്ത ഒരു ഹർജി നിലവിൽ തള്ളിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്ഷൻ കോടതിയെ സമീപിക്കുകയാണ് ലക്ഷ്യം. സെക്ഷൻ കോടതിയെ നാളെ സമീപിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ആരാണ് ഇവർക്ക് ഈ ജാമ്യാപേക്ഷ നൽകിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. ഈ ജയിൽ പരിസരത്തെത്തിയ ഒരു അഭിഭാഷകയാണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലോവർ കോർട്ടിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു, എന്നാൽ ലോവർ കോടതി അത് തള്ളിയിരിക്കുന്നു.